ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയ കൊണ്ടുള്ളൊരു കൊണ്ടാട്ടമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സുർക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മുടെ സോയാ ചങ്ക്സിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഏകദേശം നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എരിവ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം നമ്മുടെ ടൊമാറ്റോയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുള്ള ഉപ്പും അതുപോലെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ സൊർക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ
സോയിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി ഒരു ഡ്രൈ ഫോമിൽ എത്തിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് സെർവ് ചെയ്യുക കേട്ടോ.